ചാലക്കുടി KSRTC പോലെയാണ്. ഇവിടെ നിന്ന് നമ്മൾ മലക്കപ്പാറയ്ക്ക് KSRTCയിൽ യാത്ര നടത്തുന്നത്. ഏകദേശം 1 വർഷമായി നമ്മൾ രണ്ടാമത്തെ യാത്രയ്ക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രിയദർശിനി ബസ്സിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മലക്കപ്പാറ വരെ പോയി തിരിച്ചു വരാം. ഈ ബസ്സിൽ പോയിട്ട് തന്നെ ഈ ബസ്സിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. കുറേ നാൾക്ക് ശേഷം എങ്ങനെയാണ് മലക്കപ്പാറയുടെ ആ ഒരു ഭംഗിന്ന് ആസ്വദിക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാടൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റിയ അടിപൊളി യാത്ര തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ കാറ് പേയാൻ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തതിന് ശേഷം വന്നൊന്ന് ഫ്രഷായി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏകദേശം 7:45 ബസ് പാർക്കിങ്ങിലേക്ക് എത്തി. 7:55 ബസ് ഇവിടുന്ന് എടുക്കുകയുള്ളൂ. അപ്പോൾ വന്ന ഉടനെ എല്ലാവരും സീറ്റ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിയദർശിനി ബസ് ആയതിനു ശേഷം മലക്കപ്പാറ റൂട്ടിൽ നല്ല തിരക്കാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒരു ബസ്, അതായത് ഇതിന് മുന്നേ ഓടുന്ന ചീനിക്കാസിൻ്റെ പ്രൈവറ്റ് ബസ് ഇല്ലാത്തത് കൊണ്ടും ഈ ഒരു ബസ്സിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വന്ന ഉടനെ തന്നെ സീറ്റിൽ കയറി ഇരിക്കുക. നമ്മൾ ടിക്കറ്റ് എടുത്തു 120 രൂപയാണ് ഒരാൾക്ക് വന്നത്, 2 പേർക്ക് 240 രൂപയാണ് വന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേർക്ക് ഫ്രീ ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും അടിപൊളി ഒരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ ബസ് ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ നേരെ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോയി. പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഒരുപാട് ടീച്ചേഴ്സും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒരുപാട് പേര് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ സ്ഥിരം യാത്രക്കാരാണ്. അപ്പോൾ ഇവരിനി മലക്കപ്പാറ അതുപോലെ തന്നെ വാഴച്ചാൽ, അതിരപ്പള്ളി ആ ഭാഗത്തൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി സീറ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ടിക്കറ്റാണ് ഈ കാണിക്കുന്നുണ്ട്. 0 ആണ് കേട്ടോ. കാരണം ഞങ്ങൾക്കൊരു 440 രൂപ അടുത്ത് സേവ് ചെയ്യാൻ പറ്റി. ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അതിരപ്പള്ളിയാണ്. അതിരപ്പള്ളിയിലത്തെ ഉദ്യോഗസ്ഥരൊക്കെ ബസ്സിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ആണ് ഇനി ബസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു മലക്കപ്പാറ യാത്ര കാടിനോട് ചേർന്ന് കാടിൻ്റെ വന്യത ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു 4 മണിക്കൂർ ഏകദേശം 80 കിലോമീറ്ററോളം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബസ് ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടൻ ഇനി ബസ് കാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി 80 കിലോമീറ്ററോളം നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. ഏകദേശം 4-4.5 മണിക്കൂർ എടുക്കും നമ്മൾ അവിടേക്ക് പോകാനായിട്ട്. നല്ല റോഡ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ കുറച്ചാൾ മുമ്പ് മോശം റോഡായിരുന്നു. എന്നാലും വളവും തിരിവുള്ള റോഡ്, ഹെയർപിൻ വളവ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മലക്കപ്പാറയിലേക്ക് എത്താൻ സാധിക്കും. പോകുന്ന വഴിക്ക് പ്രശസ്തമായ കപാലി എന്ന ആനയെ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാട്ടുപോത്ത്, വേഴാമ്പൽ, കരടി, കടുവ, പുലി എല്ലാം ഇതിൻ്റെ ഉള്ളിൽ സ്വൈര്യവികാരം കൊള്ളുന്ന ഒരു കാട്ടിലൂടെയാണ് നമ്മൾ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഈ എടുത്തു വച്ചിരിക്കുന്ന കുഞ്ഞിനെ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഭാവിയിലെ ഒരു വ്ളോഗർ ആവാൻ സാധ്യതയുള്ളവനാണ് അവൻ. അവൻ്റെ പേരാണ് അദർവ്, അച്ചൂട്ടൻ എന്ന് വിളിക്കും. അവനും ഞാനുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. അത് എൻ്റെ മകനാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദർവ് എല്ലാ സ്ഥലങ്ങളും നോക്കി വച്ചിരിക്കുകയാണ്. കാരണം ഇനി അവന് വീഡിയോ എടുക്കാൻ വരാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ പുലിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇവിടെ 10 മിനിറ്റ് ടീ ബ്രേക്ക് ഉണ്ട്. ഇവിടുന്ന് ചായയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ സാധിക്കും. നമ്മൾ ചായയും ഓരോ കടിയാണ് കഴിച്ചത്. കാരണം ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് യാത്ര ആരംഭിച്ചത്. അപ്പോൾ ഇവിടെ നല്ല പഞ്ചായത്തിൻ്റെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ ഈ റെസ്റ്റോറൻറ്റിലും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് മനസ്സമാനമായിട്ട് ബസ് കയറി നിന്നിട്ട് വീണ്ടും യാത്ര തുടരാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രേക്ക് കിട്ടും, ചായ കുടിക്കാം. നമ്മുടെ പുലിപ്പാറ എന്ന സ്ഥലത്ത് ബസ് നിർത്തും. അപ്പോൾ അവിടെ നമുക്ക് ചായ കാര്യങ്ങളൊക്കെ, അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും യാത്ര അങ്ങനെ പ്രിയദർശനിൽ ഒരുപാട് സ്ത്രീകൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു ട്രിപ്പ് തന്നെയായിരിക്കും ഇത് കേട്ടോ. അങ്ങനെ രാവിലെ മലക്കപ്പാറയിൽ നിന്നും 7:30 പുറപ്പെടുന്ന ബസ്, അതായത് വൈകിട്ട് ചാലക്കുടിയിൽ നിന്നും പോയി അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ തിരിച്ചു വരുന്ന ബസ്സാണ് ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ വേണമെങ്കിൽ റിട്ടേൺ വരാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മുടെ KSEBയുടെ വൈദ്യുതി നിലയത്തിലേക്കാണ് ഇനി ബസ് പോകുന്നത്. അവിടെ പോയി ബസ് അവിടെ നിർത്തിയതിന് ശേഷം ആൾക്കാരെ ഇറക്കുകയോ കയറ്റുകയോ ചെയ്തിട്ട് റിട്ടേൺ തിരിച്ച് മലക്കപ്പാറ യാത്ര തുടരണം. ആ പോണ വഴിക്ക് ശരിക്കും നമ്മൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ആനേനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ആനയൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ബസ് KSEBയിൽ ഇറക്കി, ആൾക്കാരെ ഇറക്കി വീണ്ടും തിരിച്ച് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടം തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടം മുതൽ ഇനി
ഹെയർ പിൻ വളവുകളുടെ ഒരു കളിയാണ്. കാരണം വെച്ചാൽ അത്രയ്ക്കധികം ഹെയർ പിൻ വളവുകളും അതുപോലെ നമ്മുടെ കോടയം തുടങ്ങുന്നത് ശരിക്കും ഈ KSE ഇവിടം തൊട്ടാണ്. ഇവിടം തൊട്ടുള്ള യാത്ര അത് നിങ്ങൾ എൻജോയ് തന്നെ ചെയ്യണം. കാരണം അത്രയ്ക്കധികം കോടയും കാര്യങ്ങളും അതുപോലെ ഏറ്റവും കൂടുതൽ വേഴാമ്പലിനെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ഹെയർ പിൻ വളവുകൾ കൊണ്ട് വാഹനം ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി പോവും. എക്സ്പീരിയൻസ് ഡ്രൈവർമാരെ മാത്രമാണ് KSRTC ഇതിലിട്ടുള്ളത്. കാരണം അത്രയ്ക്കധികം വാഹനം ഓടിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഡ്രൈവർ എന്ന് നമുക്ക് ഒരൊറ്റ ഇതിൽ തന്നെ മനസ്സിലായി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 950 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. പറമ്പിക്കുളം ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗവും അതുപോലെ നെല്ലിയാമ്പതിയുടെ മധ്യഭാഗവുമായിട്ടാണ് നമ്മുടെ ഈ ഒരു മലക്കപ്പാറ വരുന്നത്. ഏകദേശം 80 കിലോമീറ്ററാണ് ചാലക്കുടിയിൽ നിന്ന് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ ഒരു മഞ്ഞിൽ കുളിച്ച യാത്ര എന്ന് പറയില്ലേ, ആ ഒരു യാത്രയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബസ്സിൽ വരണമെങ്കിൽ ബസ്സിൻ്റെ ടൈം ഞാൻ കൃത്യമായിട്ട് പറയാം. രാവിലെ ചാലക്കുടിയിൽ നിന്നാണെങ്കിൽ 7:50-നും 12:30-നും അതുപോലെ തന്നെ വൈകിട്ട് 4:40-നുമാണ് ബസ്സുള്ളത്. 3 ടൈമിങ്ങിലാണ് ബസ്സുള്ളത്. നിങ്ങൾക്ക് രാവിലെ 7:45-ന് ബസ്സിന് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വീണ്ടും 12:30-ക്ക് തിരിച്ചു പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ 5 മണിയുടെ ബസ്സിന് നിങ്ങൾക്ക് തിരിച്ചു പോവാം. അപ്പോൾ 5 മണിയുടെ ബസ്സിന് പോകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും, ആനകളെ കാണാൻ സാധിക്കും, ചിലപ്പോൾ കാട്ടുപോത്തിനെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ രാത്രി സഞ്ചാരത്തിനാണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ രാത്രിയുള്ള കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12:30-യുടെ ബസ്സിന് വരാം, എന്നിട്ട് സെയിം ആ ബസ്സിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. 5:30-യുടെ ബസ്സിന് തിരിച്ചു പോവുകയും ചെയ്യാം. ഇതല്ല, നിങ്ങൾക്ക് ഒരു ദിവസം മലക്കപ്പാറയിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ചാലക്കുടിയിൽ നിന്നുള്ള 4:40-ൻ്റെ ബസ്സിന് വന്നതിന് ശേഷം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയുള്ള ബസ്സിനും പോവാം. അങ്ങനെ 3 ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സുരക്ഷിത യാത്ര തന്നെയായിരിക്കും. 1 ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാത്രം ക്രമീകരിക്കുക. അതൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്ന ഒരാളെ പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. നിങ്ങൾ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാട്ടിലേക്ക് വലിച്ചെറിയരുത്, ഫൈൻ കിട്ടും. വണ്ടി നിർത്തിയാൽ പോലും നിങ്ങൾ ഈ കാട്ടിലേക്ക് ഇറങ്ങരുത്. അതാണ് ഏറ്റവും വലിയ നിർദ്ദേശങ്ങളിലൊന്ന്. ഒരു കുപ്പി പോലും വലിച്ചെറിയരുത്. അത് വളരെയധികം സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോവുക തന്നെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് അറിയാതെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് വീണാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്താണ് ഇവിടെ തേയിലയും കാര്യങ്ങളൊക്കെ വച്ചു തുടങ്ങിയത്. പിന്നെ ടാറ്റ പോലുള്ള കമ്പനികളൊക്കെ വന്ന് അത് വിപുലീകരിച്ച് ഇപ്പം മലക്കപ്പാറയിൽ കൂടുതലും തേയിലയും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാം. ഇനി നമ്മുടെ ചീനിക്കാസ് ബസ് ഉണ്ടായിരുന്ന സമയത്ത് KSRTCക്ക് പോലും കടപിടിക്കാൻ പറ്റാത്ത റൂട്ട് കൈപിടിച്ചവരാണ് ചീനിക്കാസ് പ്രൈവറ്റ് ബസ്. അതായത് ചാലക്കുടി ടു വാൽപ്പാറയാണ്. അതായത് മലക്കപ്പാറയിൽ നിന്നും വാൽപ്പാറ വരെ പോയി തിരിച്ചു വരുന്ന ബസ് സർവീസ് ആയിരുന്നു. ഈ പ്രിയദർശിനിയുടെ വരവോടുകൂടി എല്ലാ സ്ത്രീകളും ഇതിലേക്ക് യാത്ര മാറ്റി. അത് കാരണം ബസ് വെറുതെ ഓടുന്ന അവസ്ഥയായതുകൊണ്ടാണ് ചീനിക്കാസ് ബസ് സർവീസ് അവസാനിപ്പിച്ചത്. എന്തായാലും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഇപ്പം നമുക്കും വരെ അത് ഗുണപ്പെട്ടു. പക്ഷേ ഒരു തരത്തിൽ നോക്കിയാൽ അതൊരു ദോഷവും തന്നെയാണ്. കാരണം മറ്റൊരു മേഖലയെ തകർക്കുന്ന ഒരു രീതിയും ആയിപ്പോയി. അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ നടപടി എടുക്കണമെന്നും നമ്മൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷോളയാർ ഡാമിൻ്റെ ആ ഒരു പരിസര പ്രദേശത്ത് വണ്ടി നിർത്തി. ഇവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷേ ഇറങ്ങി കഴിഞ്ഞാൽ അട്ട കടിക്കാതെ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഇനി അങ്ങോട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് മഞ്ഞിറങ്ങി നല്ല കോടയാണ്, കണ്ണ് കാണാൻ പറ്റാത്ത കോടയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മലക്കപ്പാറ സെൻറ്ററിലേക്ക് പ്രവേശിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മാലാകപ്പാറ എന്നറിയപ്പെടുന്നത് പണ്ട് മാലാകപ്പാറയായിരുന്നു, അതിപ്പോൾ മലക്കപ്പാറ ആയതാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്ര അവസാന ഘട്ടത്തിലാണ് കേട്ടോ. നല്ല മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നേരെ മുന്നിലേക്ക് പോകണം. ഇനി വരുന്ന ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അവിടെ പോയിട്ടാണ് ബസ് തിരിക്കുക. അവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് അവിടെ തമിഴ്നാട് ബസ് വരും. നേരെ അവിടെ കയറിയിട്ട് വാൽപ്പാറയ്ക്കും പൊള്ളാച്ചിക്കൊക്കെ പോകാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാം. അതിനുശേഷം ഒന്നല്ലെങ്കിൽ വൈകുന്നേരം ബസ്സിന് തിരിച്ചു വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ബസ്സിന് തന്നെ ഫുഡ്
കഴിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഈ ബസ്സിൽ തന്നെ തിരിച്ചു വരാൻ സാധിക്കും കേട്ടോ. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ഉള്ള യാത്ര തന്നെയായിരുന്നു. നിങ്ങൾ സ്വന്തം വാഹനത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പാസ് എടുക്കണം. പാസ് എടുത്തിട്ടേ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തായിട്ട് ഇപ്പോൾ ചെക്കിങ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളം കുപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം കൊണ്ടുവരിക. ചിലപ്പോൾ ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം യാത്ര തുടരുക. ഒരുപാട് ബൈക്ക് റൈഡേഴ്സിനെ കാണാൻ സാധിച്ചു. കാരണം അവർക്ക് ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയാണ്. കാരണം നല്ല മഞ്ഞ് മൂടിയൊരു ക്ലൈമറ്റാണ്. അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മലക്കപ്പാറ യാത്രയിൽ മലക്കപ്പാറ എത്തുന്നതോടുകൂടി പിന്നെ നമുക്ക് രണ്ട് സൈഡും നമ്മുടെ തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. പല കണ്ണന്തേവൻ അതുപോലെ തന്നെ ടാറ്റ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ TN പാസിൻ്റെ ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് പാസ് ചെയ്തിട്ട് വേണം വരാൻ. നിങ്ങൾ സ്വകാര്യ വാഹനത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ് എടുത്തിട്ട് മാത്രം വരിക. അപ്പോൾ തേയിലത്തോട്ടങ്ങൾ ഈ മൂന്നാർ ആകെ കാണുന്ന പോലത്തെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ നമ്മുടെ സ്വന്തം KSRTC ബസ് ഇങ്ങനെ യാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യാത്രക്കാർക്ക് ഒരു കൗതുകം പോലെയായിരുന്നു. കാരണം നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റി. തൃശ്ശൂർ ജില്ലയിലാണ് ഇതുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. അപ്പോൾ നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. അവിടെ തൊട്ടടുത്ത് നമുക്ക് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കാരണമാണ് നമ്മൾ ഹോട്ടലിൻ്റെ മുകളിൽ കയറിയിട്ട് വീഡിയോ എടുത്തത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ വഴി കാണാം. നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു. നമ്മൾ ചോറ് കഴിക്കാനായിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബസ് പാർക്ക് ചെയ്താൽ ഉടൻ തന്നെ ഇതിൻ്റെ മുകളിൽ കയറി കഴിക്കാം. നമ്മുടെ സ്വന്തം അച്ചൂട്ടൻ അദർവ് ഇവിടെ ഉണ്ട്. ആൾ എൻജോയ്മെൻറ്റിലാണ്. കാരണം ഇങ്ങനത്തെ യാത്രകൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് ഏകദേശം 12:50 ഇവിടുന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം യാത്ര ആരംഭിക്കാനായിട്ട്. തമിഴ്നാടിൻ്റെ ബസ് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആ ചെക്ക് പോസ്റ്റിലൊന്ന് തിരിക്കും. ഇവിടുന്ന് നമുക്ക് അവിടെ പോയിട്ട് അതിൽ വാൽപ്പാറയും പൊള്ളാച്ചിയിലൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും കേട്ടോ. നമ്മൾ ഊണ് പറഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോറ് തന്നെയായിരുന്നു. 90 രൂപയാണ് ഒരു ഊണിന് വന്നത്. അങ്ങനെ ഊണ് നമ്മൾ കഴിച്ചു. അതിനുശേഷം നമ്മുടെ ബസ്സിലേക്ക് നമ്മൾ പതുക്കെ യാത്ര ചെയ്യാൻ കേട്ടോ. ഇനി ബസ്സിൽ പോയി സീറ്റ് പിടിക്കണം, അല്ലെങ്കിൽ സീറ്റ് കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചു വന്നപ്പോൾ ചാർപ്പ വെള്ളച്ചാട്ടം കവിഞ്ഞൊഴുകാണ്. നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും യാത്ര എൻജോയ് ചെയ്യുക. 1 ഡേ ട്രിപ്പായിട്ട് നോക്കുക. ബസ്സുള്ള ദിവസം വിളിച്ചു ചോദിച്ചിട്ട് മാത്രം ചാലക്കുടിക്ക് പോവുക. നിങ്ങളുടെ ഇഷ്ടത്തിന് യാത്ര അടിപൊളിയാക്കുക.